ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ പോലെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി പാർട്ട് 2 ഓഫ് സൺറൈസ് കാണാൻ പോയ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വെച്ചിട്ടാണ് വീഡിയോ നിർത്തിയത്. അപ്പോൾ ആസ് ഗസ്റ്റ് നമ്മൾ ഗുരുവായൂർക്കാണ് പോകുന്നത്. ഗുരുവായൂർക്ക് പോകാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നെങ്കിലും എന്തോ അപ്പം അങ്ങനെ തോന്നി നമ്മൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് ആദ്യം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ ദേവസ്വത്തിൻ്റെ ഇതിൽ തന്നെ പാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു തവണത്തെ അനുഭവം കൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടുമില്ല. കാരണം അവിടെ ജീപ്പേ ഇല്ല, ഒന്നുമില്ല. നമ്മൾ 30 റുപ്പി കറൻസി ആയിട്ട് തന്നെ കയ്യിൽ കരുതണം, ഇല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. എനിക്കിത് സെക്കൻഡ് ടൈമാണ് ആ അവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി അതൊക്കെ കൊടുത്ത് പാർക്ക് ചെയ്ത്, കാര്യം അവിടെ സേഫാണെന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. എന്തോ എനിക്ക് തോന്നിയിട്ടില്ല. അവിടേക്ക് ജീപ്പേ വരേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ അകത്തേക്ക് എത്തി. ഇത് ഏത് നടയാണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഗുരുവായൂർ അമ്പലം അത്ര എനിക്കറിയുള്ളൂ. അപ്പോൾ ഇത് വാഹനപൂജയൊക്കെ നടക്കുന്ന നടയാണ്. അപ്പോൾ ആ വഴി നമ്മളിങ്ങനെ ഓരോരോ പുതിയ വണ്ടികളൊക്കെ വാഹനപൂജയ്ക്ക് വരുന്നത് കണ്ടു. പിന്നെ ആസ് യൂഷ്വൽ സൈഡിൽ കുറേ സ്റ്റോളുകളുണ്ട്. സ്വീറ്റ്സ്, ജ്വല്ലറി, ഐഡൽസ് ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഡ്രസ്സ്, ഓരോ ആൾക്കാരുടെ ലൈക്ക് എന്താ പറയുക, ചോയ്സ് അനുസരിച്ച് പലരും പലതും നോക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. നല്ല ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല മുഹൂർത്തമുള്ള ദിവസം കൂടെ ആയതുകൊണ്ട് ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ ന്യൂ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസിനെ കാണാൻ പറ്റി. പുതിയ പുതിയ ട്രെൻഡി കോസ്റ്റ്യൂംസിലുള്ള ആൾക്കാർ. നല്ല രസമായിരുന്നു കാണാൻ. നമ്മളിങ്ങനെ മെല്ലെ നടന്നു വരികയാണ്. അപ്പോൾ ഞാനും ചേട്ടനും ചെരുപ്പ് കാറിൽ ഇട്ടുണ്ടായി. തേജു അത് മറന്നു. സോ തേജുവിൻ്റെ ചെരുപ്പ് അവിടെ വെച്ചു. ഇനി നമ്മൾ ഇങ്ങനെ ഏതോ ഒരു കപ്പിൾസിൻ്റെ മാരേജ് നടക്കുക. അപ്പോൾ കുറച്ച് നേരം ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു. ഒരു റൗണ്ട് പുറത്ത് നിന്ന് തൊഴുതിട്ട് വരികയാണ്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫോട്ടോ, അത് മാൻഡേറ്ററി ആണല്ലോ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ജസ്റ്റ് തൊഴുത് വന്നിട്ട് നമ്മൾ ജസ്റ്റ് അകത്ത് കയറി. ഏറ്റവും അകത്തേക്ക് കയറിയില്ല. അതും ഈ പറഞ്ഞ പോലെ എനിക്ക് വിയോജിപ്പുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും ക്യൂ നിന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ കൃഷ്ണനൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റണ്ടേ? അത് നടക്കില്ല. ഉന്തും തള്ളും. അപ്പം അത് കഴിഞ്ഞു. നമ്മളത് ഗണപതിയുടെ അവിടെയും മ്യൂസിയത്തിലും പോയി. ചേട്ടനത് കണ്ടിട്ടില്ല ആ മ്യൂസിയം എന്ന് പറഞ്ഞു. അപ്പം അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ തിരിച്ചു വന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ എന്തെങ്കിലും വാങ്ങണോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. എന്നാലും കുറച്ച് നേരം അങ്ങനെ നോക്കി. അപ്പം അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആനക്കോട്ടയായിരുന്നു. ഈ കാലയളവിൽ ഞാൻ ഇതുവരെ ആനക്കോട്ട കണ്ടിട്ടില്ല. തേജും കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഗുരുവായൂരിൽ അച്ഛൻ്റെ പെങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തേജു ഇവിടെ നിൽക്കുമായിരുന്നു. സോ ഇത് കണ്ടിട്ടില്ല എന്നുള്ളത് ഇറ്റ് വാസ് സംതിങ് ന്യൂ ടു മീ. ഇവിടെയും അൺഫോർച്ചുനേറ്റ്ലി ജീപ്പേ ഇല്ല. സോ ഇവിടെയും നമ്മൾ കറൻസി കരുതണം. എന്നിട്ട് നമ്മൾ ആനക്കോട്ടയിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു തറവാട് വീട് കാണാം. നല്ല വ്യൂ ആണ്. എന്ന് വെച്ചാൽ പഴയ പ്രൗഢിയൊക്കെ ഉള്ള തറവാട് എന്നൊക്കെ പറയില്ലേ, അടിപൊളി വീടാണ്. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ഇങ്ങനെ കമൻറ്റൊക്കെ പറയുമായിരുന്നു. ഇതുപോലത്തെ ഒരു വീടാണ് നമുക്ക് വേണ്ടത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അത് രണ്ടുപേരും, ചേട്ടനും തേജും. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഫോർച്ചുനേറ്റ്ലി ഇവിടെ ജീപ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് വന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും എനിക്ക് കോൾഡാണെന്നുള്ളത്. സോ ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ഐസ്ക്രീമൊക്കെ എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ മെല്ലെ അകത്തേക്ക് നടക്കുകയാണ്. ഇതിനകത്ത് നല്ല കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മരങ്ങളൊക്കെ ഒരുപാട് കാലത്തെ പഴക്കമുള്ള മരങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര വലുതുമാണ്. അത്രയ്ക്ക് തണലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഡെസ്കുകളും കൊടുത്തിട്ടുണ്ട്. സോ ഒരു റിലാക്സിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഈ തണലത്തൊക്കെ ഇരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനും കൗണ്ടറും ഒക്കെ നടത്തി ഉണ്ട്. മെല്ലെ നമ്മളിനി ഇവിടുത്തെ ആനകളെയൊക്കെ കാണാൻ വേണ്ടി നടക്കുക. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ. കുറച്ച് ആനകളുണ്ട്. അപ്പോൾ അവരെ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ നല്ല രസമല്ലേ ആനകളെ കാണാൻ, ഒരു പോസിറ്റിവിറ്റി കിട്ടും. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ആന. അപ്പോൾ ഈ ആനേനെ കാണാൻ 2 ബേബീസ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ബേബീസ് ഇങ്ങനെ കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇവർ കൗണ്ട് ചെയ്യാൻ പഠിച്ചു വരണേ ഉള്ളൂ. ഇത് 2 ട്വിൻസ് ചേട്ടന്മാരുടെ കുട്ടികളാണ്. ഇവർ ട്വിൻസാണെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചത്, പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് ആനയുടെ അടുത്തെത്തി. ഓരോ ആനകളും ഭയങ്കര വ്യത്യസ്തമാണ്. മനുഷ്യന്മാരെ പോലെ തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കാണാം. പിന്നെ ഒരുവിധം നമ്മൾ അത് സമ്മതിച്ചു കൊടുക്കണം, ഒരുവിധം നല്ല ക്ലീനായിട്ടാണ് ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ഒരു സഫോക്കേഷനോ ഒന്നും ഫീൽ ചെയ്യില്ല. ഈ ആനയ്ക്ക് ഒരു കൊമ്പേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിക്കായിരുന്നു ഇതിൻ്റെ ഒരു കൊമ്പ് ഇവിടെ പോയി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി വരുമ്പോൾ ഇവിടെ ഒരു അടുത്ത ആൾ ഇവിടെ ഒന്ന് കുളിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താ സിമ്പതി തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ കുളത്തിലും പുഴയിലും ഒക്കെ പോയി നല്ല വിശാലമായി കുളിച്ചിരുന്ന ആൾക്കാർ ഇത് കണ്ടു, പൈപ്പിൽ വെള്ളം തുമ്പിക്കൈയിലേക്ക് കൊടുക്കുന്നു. അത് കറക്റ്റ് കളക്റ്റ് ആകുമ്പോൾ ആളത് മേത്തേക്ക് എറിയുന്നു. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ സിറ്റുവേഷനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ചെറിയ കാര്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റി. നമ്മളെങ്ങനെ ജീവിച്ചു എന്നതിന് മാറിയിട്ട് ഇപ്പം എന്ത് കിട്ടുന്നു അതിൽ അഡ്ജസ്റ്റഡ് ആവുകയാണ്. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ. അപ്പോൾ ഒരു ആൻറ്റി വന്നിട്ട് ആൻറ്റിയുടെ മകനോ ഒക്കെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ തമിലിയൻസാണ്. അപ്പോൾ അപ്പോഴും ഇങ്ങനെ ആലോചിച്ചു, ലൈക്ക് ഇപ്പോഴത്തെ പാരൻസിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റുമാണ് ഗതികേടുമാണ്. പ്ലസ് പോയിൻ്റ് ഇൻ ദ സെൻസ് പുറത്തുനിന്ന് ഒരുപാട് മണി വരുന്നുണ്ടായിരിക്കും. ബട്ട് ഗതികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളായിട്ട് അവർക്കുള്ളൊരു റിലേഷൻഷിപ്പ് പോയിട്ട് ഫുള്ളിങ്ങനെ വീഡിയോ കോളിൽ മാത്രമായി പോവാം. വർഷത്തിൽ ഒരിക്കലൊക്കെ വരുമ്പോൾ ഉള്ളൊരു കാണൽ മാത്രമല്ലേ ഉള്ളൂ. ബട്ട് ലൈഫാണ്, നമ്മൾ എല്ലാം ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അത് കഴിയുമ്പോൾ അടുത്ത ആൾ, ഇയാൾ കുറച്ച് വികൃതിയാണെന്ന് തോന്നുന്നു. ആളെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആളിങ്ങനെ നമ്മളെ തുറപ്പിച്ച് നോക്കുമായിരുന്നു. പിന്നെ അധിക നേരം അവിടെ നിന്ന് വെറുതെ ആളെ ശുണ്ടി പിടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. കണ്ടുവോ, ഇനി ഇങ്ങോട്ട് വരാനുള്ള ഉദ്ദേശത്തിലാണോ എന്തോ. നമ്മൾ ക്യാമറ എത്ര നേരം പിടിച്ച് നിൽക്കുന്നു അത്ര നേരം ആളുടെ പരിപാടിയൊക്കെ മാറ്റി വെച്ച് നമ്മളെ തന്നെ നോക്കുക. അപ്പോൾ റിസ്ക് എടുക്കാതെ നമ്മൾ മെല്ലെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ഓൺ ചെയ്തു. ഇത് അടുത്ത ആളാണ്. ഇയാളും കുറച്ച് വികൃതിയാണ്. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. പിള്ളേരൊക്കെ ആയിട്ട് ഒരു 1 ടൈം വിസിറ്റിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കുട്ടികൾക്കും ആനേനെ ഇഷ്ടമുള്ള കുട്ടികൾക്ക്, എല്ലാവർക്കും ആനേനെ ഇഷ്ടമായിരിക്കും, നമുക്ക് എത്ര പേടിയുണ്ടെന്ന് പറഞ്ഞാലും. പിന്നെ ഇതേ ഒരാൾ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. കുറിയൊക്കെ തൊട്ട് കൊടുത്ത് പൊട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. ഈ ഐശ്വര്യം തുളുമ്പുക എന്നൊക്കെ പറയില്ലേ, ആ സംഭവമായിരുന്നു. ഇപ്പോൾ ക്യാമറയിൽ എത്രത്തോളം കിട്ടിയെന്ന് ചോദിച്ചാൽ അറിയില്ല, ബട്ട് ഡയറക്റ്റ്ലി അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ചാവക്കാട് എങ്ങാണ്ടുള്ളൊരു സ്കൂളാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് കുട്ടികളെ ആനക്കോട്ട കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുക, വിച്ച് ഇസ് ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടും. ബട്ട് അറ്റ് ദി സെയിം സൈഡ് ലൈക്ക് അത് ഹാൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ആനകൾ എപ്പോഴും ബിഹേവ് ചെയ്യാമെന്ന് അറിയില്ല. നമ്മളിങ്ങനെ ഓരോ വീഡിയോയിലും ഓരോ ന്യൂസിലൊക്കെ കാണുന്നില്ലേ, അവരുടെ ഹാബിറ്ററ്റിൽ നിന്ന് മാറ്റി കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം. സ്റ്റിൽ അപ്പോൾ ഇതേ അടുത്ത ആൾ, ഇയാൾക്ക് ഒരു കൊമ്പേ ഉള്ളൂ. ഇവരുടെയൊക്കെ ഒരു കൊമ്പ് എവിടേക്കാണോ എന്തോ പോയത്. അപ്പം അത് നമുക്ക് ഭയങ്കര സാഡായിപ്പോയി. നല്ല ഹൈറ്റുള്ള ആനയാണ് കേട്ടോ. അത് കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ റൗണ്ട് എത്താറായി. പിന്നെ അതേ അടുത്ത സുന്ദരൻ നിൽക്കുന്നു. ഇങ്ങേര് പിന്നെ ഓവർ ആർഭാടങ്ങളൊന്നുമില്ല, ഒരു കുറി മാത്രമേ ഇട്ടിട്ടുള്ളൂ, എന്നാലും അടിപൊളി സുന്ദരനാണ്. ചേട്ടനാളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആളുടെ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ഉള്ള വേറൊരു അഡ്വാൻറ്റേജാണ് ഈ വണ്ടി. ഇപ്പോൾ ബഗ്ഗി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, തോനെ നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അതിലിരുന്ന് സുഖമായിട്ട് ചുറ്റും കാണാം. അപ്പം അതൊരു നല്ല കാര്യമാണ് ദേവസ്ഥത്തിൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ ഒരാളവിടെ മണ്ണിലൊക്കെ കുളിച്ച് നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇവർ തമ്മിൽ തല്ലുകൂടി. ചേട്ടൻ എൻ്റെ ക്ലിപ്പ് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ നിൻ്റെ ഭർത്താവ് എൻ്റെ ക്ലിപ്പ് പൊട്ടിച്ചു, ചോദിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ആ ഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഒരാളിവിടെ കുളിച്ച് ഇങ്ങനെ ആ നനവിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആൾ നല്ല ഗുണ്ടുമണിയാണ് കേട്ടോ. എല്ലാവരും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ ദേ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ അപ്പോൾ ഇവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലെൻലിനെസ്സിൻ്റെ വിഷയം ഇല്ല എന്ന് തന്നെ തോന്നി. ഭയങ്കര ഹൈ എൻഡ് അല്ലെങ്കിൽ പോലും ഓക്കെയാണ്. ഇനി ഇവിടെ ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനയാണെന്നോ അങ്ങനെ എന്തോ ഒരു റെക്കോർഡ് ഉണ്ടെന്ന് ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ആൾക്ക് എന്തോ വയ്യായികയാണ്. അപ്പോൾ ഡോക്ടേഴ്സും എല്ലാവരും കൂടെ അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അത് ഷൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്യാമറ വേഗം മാറ്റി. നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ്. അപ്പോൾ ക്ലിപ്പ് പൊട്ടിച്ച് ദേ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഒരാൾ നടക്കുന്നുണ്ട്. അവരിങ്ങനെ തല്ല് പിടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മൾ എൻ പോർഷനിലേക്ക് എത്തി തുടങ്ങി. ആനകളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ 2 അവരുടെ ഓഫീസസാണ്. ഇവിടെയും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ നല്ല വലിയ മരങ്ങളുണ്ട്, നല്ല തണലാണ്. അപ്പോൾ നടക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ വെയിലത്താണെങ്കിൽ പോലും ഇങ്ങനെ മരങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചുള്ളത് കൊണ്ട് ഓക്കെയാണ്. പിന്നെ ആംബുലൻസ് ഇട്ടിട്ടുണ്ട്. ഇത് ദേവസ്വം ആംബുലൻസ് ആണ്. പിന്നെ ഇവിടെ ഒരു വലിയ കുളമുണ്ട്. ആ കുളത്തിൻ്റെ സൈഡിലും നമുക്ക് ഇരിക്കാനായിട്ട് ഇങ്ങനെ 2 ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി ബോട്ടിൽസ് ഇടാനുള്ള അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്ക് ഹോം എന്നുള്ള ഒരു മോഡിലെത്തി. കാരണം കാലത്ത് 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡായി. പിന്നെ എവിടേക്കും പോകാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ മറൈൻ വേൾഡ് കൂടി കറങ്ങാമായിരുന്നു എന്നുണ്ടായിരുന്നു. ഇന്നത്തേക്ക് ഇത്ര മതി എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാം എന്നുള്ള പ്ലാനിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.